ഹരിയോ എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. 8-ാം അധ്യായം അക്ഷരബ്രഹ്മയോഗത്തിൽ ബ്രഹ്മാവിൻ്റെ അഹോരാത്രങ്ങൾക്കനുസരിച്ച് പ്രപഞ്ചത്തിൻ്റെ ഉണ്ടാകലും നിലനിൽക്കലും ഇല്ലാതെയാകലും, ഉത്പത്തി സ്ഥിതി നാശത്തിൻ്റെ വിവരണങ്ങളാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ദിനരാത്രങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുകയാണ്. 8-ാം അധ്യായത്തിൽ 19-ാമത്തെ ശ്ലോകം. ഭൂതഗ്രാമസ്സ ഏവായം ഭൂത്വാ ഭൂത്വാ പ്രലീയത്തെ രാത്ര്യാഗമേ വശഃ പാർത്ഥ പ്രഭവത്യഹരാഹമേ പ്രഭവത്യഹരാഗമേ. ഭൂതഗ്രാമസ്സ ഏവായം ഭൂത്വാ ഭൂത്വാ പ്രലീയത്തെ രാത്ര്യാഗമേ അവശഃ പാർത്ഥ പ്രഭവത്യഹരാഗമേ. ഹേ പാർത്ഥ, അല്ലയോ അർജുന, ഭൂതഗ്രാമ സ ഏവായം, അയം ഭൂതഗ്രാമ ഏവ, ഈ ഭൂതഗ്രാമം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ എല്ലാ ഘടകങ്ങളും, ഭൂതം എന്ന് പറഞ്ഞാൽ ഭൂസത്തായാം, എന്തൊക്കെ ഭവിച്ചിട്ടുണ്ടോ അതെല്ലാം തന്നെ ഒന്നൊഴിയാതെ അതൊക്കെ തന്നെ ഏവ അവശഃ. അവശഃ എന്ന് പറഞ്ഞാൽ വേറെ ഒരു ഓപ്ഷൻ അതിനില്ല, അതാണ് അവശ. നമ്മൾ ക്ഷീണിച്ച് പരവശനായി എന്നുള്ളതല്ലേ, ഇവിടെ അതല്ല. അതിന് മറ്റൊരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതില്ല. അതുകൊണ്ട് അതെല്ലാം തന്നെ ഭൂത്വാ ഭൂത്വാ വീണ്ടും വീണ്ടും ഭവിക്കുന്നു. രാത്രിയാഗമേ, രാത്രി ആഗമേ, രാത്രിയാവുന്ന സമയത്ത് പ്രലീയതേ, അതെല്ലാം ലയിക്കുന്നു. എല്ലാ ജീവജാലങ്ങളും പകല് വളരെ ആക്റ്റീവായിട്ട്, പകൽ എന്ന് പറഞ്ഞാൽ ഓരോന്നിന് രാത്രി, ചിലതിൻ്റെ രാത്രി നമ്മുടെ പകലായിരിക്കും. എന്തായാലും അവർക്കൊരു രാത്രിയും പകലും ഉണ്ട്. ചിലതിനൊക്കെ രാത്രിയാകുമ്പോഴാണല്ലോ ആക്റ്റീവ് ആവുന്നത്. എന്നാൽ ഭൂരിഭാഗം ജീവജാലങ്ങളും സൂര്യൻ്റെ അസ്തമയത്തോടുകൂടി അവർ വിശ്രമ ലോകത്തേക്ക് പോകുന്നതാണ് ഭൂരിപക്ഷം. ചില ന്യൂനപക്ഷങ്ങൾ രാത്രി സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഇറങ്ങുന്ന ആൾക്കാരാണ്. സൂര്യൻ അസ്തമിക്കുമ്പോൾ അതൊരു, നമ്മൾ ഓസ്ട്രേലിയയിൽ പെൻഗ്വിൻ ഐലൻഡ് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതൊരു നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. മെൽബണിനടുത്താണ്. അപ്പോൾ അവിടെ എങ്ങനെയാന്ന് പറഞ്ഞാൽ, നമുക്കതിന് വേണ്ടിയിട്ട് അവിടെ ടിക്കറ്റൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ ഗാലറി ഉണ്ട് ഇങ്ങനെ കടൽ തീരത്ത്. അപ്പോൾ ആ ഗാലറിയിൽ നമ്മൾ ഇരുന്ന് സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്ന വൈകുന്നേരം ആ സമയത്ത് അസ്തമിച്ച് കഴിഞ്ഞാലുള്ള ഒരു ഇരുട്ടുണ്ടല്ലോ, എന്നാൽ നേർത്ത ഒരു വെളിച്ചം ഉണ്ടാവും. ആ സമയത്താണ് ഇവർ പെൻഗ്വിൻസ് എപ്പോഴും അവർ രണ്ടെണ്ണം ഒരുമിച്ചായിരിക്കും. അവരുടെ ജീവിതത്തിൽ അവിടെ പോയപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചത്. അവർ മനുഷ്യരെക്കാൾ ഒരു ദാമ്പത്യം മാതൃകാപരമായി പുലർത്തുന്നവരാണെന്നാ. ഒന്ന് ഇണ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അത് ഒറ്റയ്ക്ക് തന്നെ ജീവിക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ കിലോമീറ്ററുകൾ കടലിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ആ കടലിൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. ആ വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ആ ഇരുട്ടിൻ്റെ പൂർണ്ണമായ ഇരുട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല, ആ അരണ്ട, പക്ഷേ സൂര്യൻ്റെ ഒരു ശക്തമായ കിരണങ്ങളൊന്നും ഇല്ലാത്ത ആ അരണ്ട വെളിച്ചത്തിലാണ് കയറി വരുന്നത്.
അത് കയറി വരുന്നത് വന്നിട്ട് ഈ എല്ലെണ്ണം കൂടെ ഇങ്ങനെ കൂട്ടത്തോട് കൂടിയാണ്, പക്ഷേ ഈ രണ്ടെണ്ണമായിട്ടാണ് എപ്പോഴും. അതിങ്ങനെ കൊക്കാന്ന് പറഞ്ഞ് ഈ താറാവ് പോകുന്നത് പോലെ അതിങ്ങനെ വാലുവാട്ടി അങ്ങനെ പോവും. എന്നിട്ട് ഈ പൊന്തക്കാടുകളുണ്ട്, കാട്ടിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഈ എന്താ പറയുക ചെറിയ മാളങ്ങളുണ്ട്. ഈ മാളത്തിലാണ് ഇവരുടെ വാസം. രാവിലെ ഇതേപോലെ തന്നെ സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആശാന്മാർ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങും. കിലോമീറ്റർ അവർ ഇത് പോകുന്നുണ്ട്. ഇവരെ ടാഗ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അതൊരു പെൻഗ്വിൻ ഐലൻഡ്, അത് സംരക്ഷിക്കുകയാണ്. എത്രയോ പല പല ഐലൻഡുകളും പല വിധത്തിൽ വംശനാശമൊക്കെ വന്നതുകൊണ്ട് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഓസ്ട്രേലിയ നമുക്കറിയാമല്ലോ, ഇത്തരം കാര്യങ്ങളിൽ അവർ വളരെ ജാഗ്രതയുള്ളവരാണ്. അവിടെ നമുക്കൊരു ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ച് ഫോട്ടോ പോലും എടുക്കാൻ അനുവദിക്കുന്നതല്ല, കാരണം ഫ്ലാഷ് ലൈറ്റ് അതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും അവർ അനുവദിക്കില്ല. അപ്പോൾ വളരെ സംസാരിക്കാതെയൊക്കെ ഇങ്ങനെ മിണ്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം. അതേസമയം അവരൊരു നല്ലൊരു വേറൊരു ഇൻസൈഡ് ഒരു ഗാലറി ഒരുക്കിയിട്ടുണ്ട്. അതിൽ ഇത് രണ്ടും നമ്മളവിടെ പലവട്ടം പോയിട്ടുണ്ട്. ഈ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ അത് നമ്മളൊരു 2-3 പ്രാവശ്യം പോകണം. വ്യത്യസ്തമായിട്ടുള്ള ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഇത് കടലിൽ നിന്ന് വരുന്നത് കാണണം. അത് കഴിഞ്ഞ് ഇത് കൂട്ടിൽ പോകുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ട്, അത് കാണണം. അതിനു മുമ്പ് ഈ കടലിൽ നിന്ന് ഇത് കരയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള കൂട്ടിലെ വിശേഷങ്ങൾ കാണണം. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. 3 കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ കൂട്ടിലെ വിശേഷം എങ്ങനെയാണ് കാണുക? നമുക്കതിൻ്റെ ഉള്ളിൽ കൂട്ടിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റില്ലല്ലോ. ഇവർ ചെറിയ ക്യാമറ വെച്ചിട്ടുണ്ട് ഈ ആളുകൾ, വളരെ ഇതായിട്ട്. ഇതിനെല്ലാം ടാഗ് ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം കണക്കുള്ളതാണ്. ഇത് എത്ര കിലോമീറ്റർ പോകുന്നു എന്നുള്ളതിൻ്റെ എല്ലാ കണക്ക് അവർക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്ഭുതമാണ് തോന്നുക. ഇതിൻ്റെ ഈ ഉള്ളിൽ കുട്ടികളുള്ള ആ സീസണിലെ സമയത്തുണ്ടായിരുന്നു. കുട്ടികളുണ്ട്, ചെറിയ കുട്ടികൾ. അപ്പോൾ ഈ കുട്ടികൾ ഇത് കടലിൽ നിന്ന് ഇങ്ങോട്ട് കയറുന്നതിൻ്റെ ആ സമയമാകുമ്പോഴേക്കും ഭയങ്കര വെപ്രാളത്തിലാണ്. അമ്മയും അച്ഛനും വരുന്നതിൻ്റെ വെപ്രാളത്തിലാണ്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാലോ, ഇതിന് മത്സ്യങ്ങൾ, വായ്ക്കകത്ത് മത്സ്യങ്ങളുണ്ട്, ചെറിയ ചെറിയ കുട്ടി മത്സ്യങ്ങൾ, അതിനെയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ അതിൻ്റെ ഉള്ളിലെ ഒരു ജീവിതവും ഇത് തൊട്ട് വരുന്നതിന് മുമ്പുള്ളതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പറഞ്ഞു വന്നത്, ഇതെന്തിനാണ് ഇത് രാവിലെ തന്നെ എണീറ്റ് പോകണമെന്ന് ചോദിച്ചാൽ അവശനാണ്. വേറെ പ്രത്യേകിച്ച് അതിന് ഇന്ന് ഞാൻ പോകുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ഇന്ന് നീ പോയിക്കോ, ഞാനിവിടെ ഇരുന്നോളാം എന്ന് പറയുന്നില്ല. രാവിലെ ആയ എന്തിനാണ് കാക്കകളൊക്കെ കണ്ടിട്ടില്ലേ, രാവിലെ ഒരു ദിക്കിൽ നിന്ന് ഇങ്ങനെ പറന്നു പോകും, എത്ര ദൂരേക്ക് പോകുന്നുണ്ട്. വൈകുന്നേരമായ കാണാം അവരെല്ലാം തിരിച്ചു വരുന്നത്. എന്നാൽ ഇതിനിവിടെ എവിടെയും നിന്ന് ശാപ്പിട്ട് കഴിഞ്ഞൂടെ അടുത്തൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. രാവിലെ പറന്ന് വരിക, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഒരു ഗ്രൂപ്പായിട്ട് അവരങ്ങനെ പറക്കും വരും. അത് കാക്കകൾ മാത്രമാണോ? എത്ര കിളികൾ, കിലോമീറ്ററുകൾ പറന്ന് വരുന്നവരുണ്ടല്ലോ. നമ്മുടെ കോട്ടയം കുമരകത്തേക്കൊക്കെ ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്ന ഇതുണ്ട് സീസണിൽ. എന്നിട്ട് ഇവിടെ വന്ന് കുട്ടികൾ മുട്ടയൊക്കെ ഇട്ട് പിന്നെ തിരിച്ച് അങ്ങോട്ട് പറക്കുക. എത്ര കിലോമീറ്ററുകൾ പറക്കുന്നുണ്ട്. അപ്പോൾ ഇവരിൽ എല്ലാവരും തന്നെ, എല്ലാ ജീവജാലങ്ങളും ഈ രാത്രിയും പകലും പറയുന്നു, ഭൂതഗ്രാമസ ഏവായം ഭൂത്വാ പ്രലീയതേ. ഇത് വീണ്ടും വീണ്ടും രാവിലെയാവുന്നു, രാത്രിയാവുന്നു, രാവിലെയാവുന്നു, രാത്രിയാവുന്നു, പ്രലീയതേ, അത് ലയിക്കുന്നു. ഇങ്ങനെ അഹരാഗമേ, ഈ വീണ്ടും പകൽ വരുന്ന സമയത്ത് പ്രഭവതി, വീണ്ടും അവർ ജനിക്കുന്നു. ഇങ്ങനെ പുനരഭിജനനം പുനരഭിമരണം എന്ന് പറയുന്നത് നമ്മുടെ ഓരോ രാത്രിയും മരണമാണ്. ഓരോ രാവിലകളിലേക്ക് നമ്മൾ ജനിക്കുകയാണ്. അത് നമ്മൾ മാത്രമല്ല, ഈവൻ വൃക്ഷങ്ങളും എല്ലാറ്റിനും ഉണ്ട്. അവർ ഉറങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ രാത്രിയൊന്നും പോയിട്ട്, പണ്ടുള്ളവർ പറയും, രാത്രിയൊന്നും പോയിട്ട് ഈ കറിവേപ്പില പൊട്ടിക്കുക അല്ലെങ്കിൽ മഞ്ഞളുടെ മൂട് മാന്തി അതെടുക്കുക, അതൊന്നും ചെയ്യരുത് എന്ന് പറയും.
രാത്രി അവർക്ക് ഉറക്കമുണ്ട്, അതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്ന് പറയാറുണ്ട്. എല്ലാ ജീവജാലങ്ങളും പറയുന്നുണ്ട്. തുടർന്ന് പരസ്തസ്മാത്തു ഭാവോന്യഃ അവ്യക്തോ വ്യക്താത് സനാതന യസഃ സർവേഷു ഭൂതേഷു നശ്യത്സു ന വിനശ്യതി. വീണ്ടും മുൻപ് സൂചിപ്പിച്ചിട്ടുള്ള 2-ാം അധ്യായത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളതിന് ഭഗവാൻ ഇവിടെ ആവർത്തിക്കുന്നു. എന്താണ്? പരസ്തസ്മാത്തു ഭാവോന്യഃ അവ്യക്തഃ അവ്യക്താത് സനാതന യഃ സർവഭൂതേഷു നശ്യത്സു ന വിനശ്യതി. യാതൊന്നാണോ അസ്മാത് അവ്യക്താത് അന്യഃ, ആ അവ്യക്തത്തിൽ നിന്ന് അന്യഃ വേറെയായി, പരഃ ശ്രേഷ്ഠമായ ദേശകാല വസ്തു പരിമിതികൾക്കപ്പുറത്ത്, സനാതന അതെന്താണ്? എന്നുമുള്ളതാണ്. സനാതനം എന്ന് കേൾക്കുമ്പം അവ്യക്തോയം അചിന്യോയം അക്ലേദ്യോ ശോഷ്യ ഏവച നിത്യ സർവഗതസ്ഥാണു അചലോയം സനാതന. അതിനൊരു തരത്തിലുള്ള അഴിവും സംഭവിക്കാത്തത്. അത് സനാതന അവ്യക്ത, അവ്യക്തമായിരിക്കുന്ന ഭാവത്തോടുകൂടി, ഭാവ സഹ അത് സർവേഷു ഭൂതേഷു സർവഭൂതങ്ങളും നശ്യത്സു നശിക്കുമ്പോഴും ന വിനശ്യതി നശിക്കുന്നില്ല. ചിലപ്പോൾ നമുക്ക് തോന്നാറില്ലേ, നമ്മൾ നമ്മുടെ ഈ വീട്ടിൻ്റെ പരിസരത്തുള്ള കാടൊക്കെ വെട്ടി തീയിട്ടു, അപ്പോൾ വിത്തൊക്കെ കരിഞ്ഞു പോയി, ഇനി മുളയ്ക്കില്ല എന്നൊക്കെ കരുതി മരുന്നടിച്ചു. എന്നിട്ട് എന്താ, അടുത്ത മഴ വന്നപ്പോൾ കാണാം ഇവരൊക്കെ പുറത്തേക്ക് വന്നു. ഇതൊക്കെ നശിക്കുമ്പോഴും നശിക്കാതെ നിൽക്കുന്നുണ്ട് ചിലത്. എന്നിട്ടോ അതിൽ നിന്ന് ആവിർഭൂതമാകും. ഈ ജീനുകളുടെ നാശമില്ലായ്മയിൽ അതിലെ വലിയ ഗവേഷണങ്ങൾ പഠനങ്ങളൊക്കെ നടന്നിട്ടുള്ളത് ഒരു സയൻസ് ജേണലിൽ വായിക്കുകയുണ്ടായിട്ടുണ്ട്. ഈ ഹിരോഷിമ നാഗസാക്കി ഇതിന് ശേഷം. കാരണം നമ്മുടെ നാട്ടിലെ ആദ്യത്തെ പരീക്ഷണവും കൂടെ ആയിരുന്നല്ലോ. ഇതെങ്ങനെ പ്രവർത്തിക്കുന്ന അറിയുക എന്നുള്ള ഒരു താല്പര്യവും കൂടെ ഈ ബോംബിടുന്നതിനും പിറകിലൊരു കാരണമായിട്ടുണ്ട് എന്ന്. കാരണം ജപ്പാൻ ഓൾറെഡി കീഴടങ്ങിക്കഴിഞ്ഞു. ആ കീഴടങ്ങിയവരുടെ മേലിൽ തലമണ്ടയിൽ കൊണ്ടുപോയിട്ടാണ് ഇതിട്ടത്. അത് അനാവശ്യമായിരുന്നു എന്ന് പിന്നീട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് പരീക്ഷിക്കണമല്ലോ, ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു. അത് കഴിഞ്ഞിട്ടുള്ള അവിടെ ജനിക്കുന്ന ജനറേഷനിൽ പെട്ടിട്ടുള്ള മനുഷ്യരിൽ മാത്രമല്ല പ്രകൃതിയിലെ പലതിനും അതെങ്ങനെയാണ് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുള്ളത്, അതിൽ വലിയ പഠനങ്ങൾ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വിക്ടിമുകളായിട്ടുള്ള, വിക്ടിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇരകളാണ് അവർ. ഈ ഹിരോഷിമ നാഗസാക്കി ദിനം വരുന്ന സമയത്ത് ലോകത്തിൽ സഞ്ചരിക്കാറുണ്ട്. ഒരിക്കൽ കേരളത്തിൽ കോഴിക്കോട് അവർ വന്നിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് അളകാപുരി ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ അവിടുത്തെ ഒരു പൗരസമിതിയൊക്കെ ഒരു സ്വീകരണമൊക്കെ നൽകി അവരതിൻ്റെ ഒരു വിശദീകരണമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ സ്വാമിയൊന്നുമല്ല, എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ആ പരിപാടിയിൽ കേൾക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ അതിൽ ഈ ആളുകളെ കാണുന്ന അവരുടെ ചെവിയൊക്കെ എന്താ പറയുക, ഈ പുഴു നമ്മൾ ഇലകളിൽ വന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് കരണ്ട് തിന്നു കഴിഞ്ഞാൽ ചുരുണ്ടിരിക്കുമല്ലോ, അതുപോലെ ചെവിയൊക്കെ ചുരുണ്ട് അതിൻ്റെ
പല വിധത്തിലുള്ള പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളുകൾ അവരുണ്ട്, കൂടെ വന്നിട്ടുണ്ട്. ബാക്കി അവർക്ക് കുഴപ്പങ്ങളൊന്നുമില്ല ഈ പറഞ്ഞതുപോലെ. അപ്പം ഇവിടെ പറയുന്നത് ഒരു ക്ലസ്റ്റർ ബോംബിനും നശിപ്പിക്കാൻ പറ്റാത്ത ഒന്നുണ്ട്. അത് പറയാനാണ് ഇത് ഉദാഹരിച്ചത് എന്നേയുള്ളൂ. അപ്പം ഇതെല്ലാം നശിക്കുമ്പോഴും സർവേഷു ഭൂതേഷു നശ്യത്സു, സർവഭൂതങ്ങളുടെ നാശത്തിലും ന വിനശ്യതി, അത് നശിക്കുന്നില്ല. ഇതിനൊക്കെ കാരണമായിട്ടിരിക്കുന്നത് അതെന്താണ്? അവിനാശിയാണ്, നാശമില്ലാത്തതാണ്. തുടർന്ന് പറയാ, അവ്യക്തോക്ഷര ഇത്യുക്തഃ തമാഹു പരമാം ഗതിം യം പ്രാപ്യ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. എവിടെയാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്? എന്തിനെയാണ് സാക്ഷാത്കരിക്കേണ്ടത്? ഏതാണ് നമ്മൾ അറിയേണ്ടത്? ഏതിനെയാണ് ഈ പ്രണവം ഓംകാരമെന്ന് ചൊല്ലി വിളിച്ച് അതിനെക്കുറിച്ച് വീണ്ടും ഭഗവാൻ പറയും. അവ്യക്തഃ അക്ഷര ഇത്യുക്തഃ തമാഹു പരമാം ഗതിം യം പ്രാപ്യ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. മമ പരമം ധാമം, എൻ്റെ പരമമായ ധാമം. അതെവിടെയാണ് എന്നാണെങ്കിൽ പറയണു, യഹ യാതൊന്ന് അക്ഷര അവ്യക്ത ഇതി ഉക്തഃ. അക്ഷരം പ്രണവം തന്നെ. എന്താണ് അതിൻ്റെ താല്പര്യം? നാശരഹിതം. അപ്പം ഏതൊന്നിനെയാണോ അക്ഷരമെന്നും അവ്യക്തമെന്നും ഉക്തഃ പറയപ്പെട്ടിട്ടുള്ളത്, തം അതിനെ പരമാം ഗതിം ആഹു, അത് തന്നെയാണ് പരമമായ ഗതി. ഏതൊന്നിനെയാണോ പ്രാപിക്കേണ്ടത്, എവിടേക്കാണോ എത്തിച്ചേരേണ്ടത്, ആത്യന്തികമായ ഗതി അതാണ്. ഗതിം ആഹു എന്ന് പറയപ്പെടുന്നു. അതിന് യം പ്രാപ്യ, യാതൊന്നിനെ പ്രാപിച്ചിട്ട് പിന്നെ എന്താണ്? ന നിവർത്തന്തേ, പിന്നെ തിരിച്ചുവരവില്ലയോ, അതാണ് തത് മമ പരമം ധാമ, അതാണ് എൻ്റെ പരമമായ ധാമം എന്ന് പറയുക. യത് ഗത്വ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. ഭഗവാൻ ഇത് വീണ്ടും പറയും. തിരിച്ചുവരവില്ലാത്ത ഒരു എത്തിച്ചേരൽ. അപ്പം എന്താ ഈ അപ്പോഴും നമ്മൾ എന്താണെന്നറിയോ, ഇത് കേൾക്കുമ്പോഴും നമുക്കൊരു സംശയം ഉണ്ടാവുക, ഇവിടുന്നൊക്കെ പോയിട്ട് വേറെ ഏതോ ഒന്നിൽ എന്നല്ലേ? അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ വന്നാൽ വീണ്ടും നമ്മൾ ട്രാപ്പിലായി. എപ്പോഴും നമ്മൾ മുറുകെ പിടിക്കേണ്ടുന്ന ഒന്നുണ്ട്, അടിസ്ഥാനമായത്. അതിന് യാതൊരു വ്യത്യാസവും. അത് വിട്ടൊരു കളി പാടില്ല. ആശയങ്ങൾ പുതിയ 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 വിധത്തിൽ, പുതിയ എന്താ പറയുക, രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരിക്കൽ ഹൃദിസ്ഥമാക്കി ഉറപ്പിച്ചു വെച്ചതിൽ നിന്ന് പിന്നെ നമ്മൾ എന്ത് ചെയ്യരുത്? അണുവിട വ്യതിചലിക്കരുത്. അതെന്താണ്? ഇപ്പം ഇവിടെ തദ്ധാമ പരമം മമ, അതാണ് എൻ്റെ പരമമായ ധാമം, അവിടെ എത്തിയാൽ തിരിച്ചുവരവില്ല എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ ഉൾക്കൊള്ളേണ്ടത്? രാമകൃഷ്ണദേവൻ്റെ ഉപ്പുപാവ തന്നെ. ഉപ്പുപാവയ്ക്ക് സമുദ്രവുമായിട്ട് അതിൻ്റെ ആഴത്തിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സമുദ്രമേവ അഭിയന്തി, സമുദ്രമായി തീരുന്നു. പിന്നെ അതിന് തിരിച്ചു വരവുണ്ടോ? ഇല്ല. അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ കടലിൻ്റെ ആഴത്തിലേക്ക് ഉപ്പുപാവയാകുന്ന നമ്മൾ കടലിൻ്റെ ആഴത്തിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? സ്വസ്വരൂപത്തെ അനുസന്ധാനം ചെയ്യൽ തന്നെയാണ്. ഞാൻ ആരാണ്? ശരീരമാണോ? മനസ്സാണോ? ബുദ്ധിയാണോ? അല്ല. മനോ ബുദ്ധി അഹങ്കാര ചിത്താനി നാഹം
ന ച ശ്രോത്രജിഹ്വേ ന ച ഘ്രാണനേത്രേ ന ച വ്യോമ ഭൂമിർ ന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ചിദാനന്ദരൂപനായ ശിവനാണ് ഞാനെന്ന് അറിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തില്ല? തിരിച്ചുപോക്കില്ല. ഏതിലേക്ക് തിരിച്ചുപോക്കില്ല? ഞാൻ ശരീരമാണ്, മനസ്സാണ്, ബുദ്ധിയാണ്, പിന്നെ അതിൽ നിന്നൊക്കെ ഉൽപ്പന്നമായിട്ടുള്ള തടിച്ചവനാണ്, മെലിഞ്ഞവനാണ്, ഡോക്ടറാണ്, എൻജിനീയറാണ്, വക്കീലാണ്, രാഷ്ട്രീയക്കാരനാണ്, സ്വാമിയാണ്, അതാണ് ഇതാണ്, പിന്നെ ജാതി മതവും ഇതൊക്കെ ദേശീയത, ഇതിലേക്കൊന്നും പിന്നെ തിരിച്ചുപോക്കില്ല. അതാണ്. അല്ലാതെ ഇവിടെ നിന്ന് വേറിട്ട് വേറെ ഏതോ ഒരു ലോകമാണ്, ആ ലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്, അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞ ധർമ്മശാസ്ത്രത്തിൽ പറഞ്ഞ പലതുമായിട്ട് കോൺട്രഡിക്ഷനാണത്. അതാണ് ഈ നമ്മൾക്ക് പലപ്പോഴും സ്ക്രിപ്റ്റേഴ്സ് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ബേസിലൂടെ പോയിട്ടില്ലെങ്കിൽ പെടലതാണ്. പിന്നെ എന്താണെന്നറിയോ, കുറച്ചൊക്കെ കഴിഞ്ഞാൽ നമ്മൾ എന്തിനപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലൊക്കെ ആലോചിക്കുന്നത്, അമ്പലത്തിൽ പോവുക ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാക്കരുതേ, എനിക്ക് അത്രയേ ഉള്ളൂ, എനിക്കിത് കൂടുതൽ പഠിച്ചിട്ടില്ലെങ്കിലും അത്രയൊന്നുമില്ല, അങ്ങ് വലിയവനാണ്, ഞാൻ അങ്ങനെ ധിക്കരിക്കാനൊന്നുമില്ല, എല്ലാ ഏടാകൂടങ്ങൾ ചെയ്യുകയും ചെയ്യും, അത് വേറെ കാര്യം. അതുകൊണ്ടാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞ എന്താണ് സ്പിരിച്വാലിറ്റിയുടെ ബേസ് എന്ന് നമ്മൾ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ വ്യവഹാരത്തിൽ അതാലോചിച്ച് കഴിഞ്ഞാലോ, വലിയ പഠനവും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിലും അത് മതി അതൊരു ആധ്യാത്മിക ജീവിതമാവാൻ. അതെന്താണ്? അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം. നമ്മൾ അടുത്തുള്ള ഭാര്യയെ കൺസിഡർ ചെയ്യുന്നു, ഭർത്താവിനെ കൺസിഡർ ചെയ്യുന്നു, കുട്ടികളെ, അവരുടെ അച്ഛനെ, അയൽക്കാരെ, എല്ലാവരെയും. മറ്റുള്ളവർക്കൊരു മുറിവേൽപ്പിക്കാത്ത ജീവിതം. ആകാശത്തിൽ പറവകൾ പറക്കുന്നത് പോലെ അവരുടെ സഞ്ചാരമാർഗമാണ്. അവർ ആ ആകാശത്തിന് ഒരു തരത്തിലുള്ള മുറിവും ഏൽപ്പിക്കുന്നില്ല, ഒരു തരത്തിലുള്ള മാലിന്യവും. ആകാശത്തിൽ അവരുടെ പാതയാണ്, അവരുടെ മാർഗമാണ്. അവർ ഒരു മുറിവും ഒരു പോറലും ഏൽപ്പിക്കാതെ കടന്നു പോകുന്നവരാണ്. നമ്മളും അങ്ങനെയാണോ എന്നുള്ളത് ആലോചിക്കേണ്ടതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ പ്രകൃതിക്കോ മറ്റുള്ളതിനൊന്നിനും തന്നെ ഒരു പോറലും ഏൽപ്പിക്കാതെ കടന്നു പോകുന്ന ഒരാളാണ്. അങ്ങനെ ആയിരിക്കണം എന്ന് പറവകളെപ്പോലെ. യേശുദേവൻ്റെ ബൈബിളിലുണ്ടല്ലോ, ലില്ലിച്ചെടികളെ നോക്കൂ, ആകാശത്തിലെ പറവകളെ നോക്കൂ, അവർ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല എന്നൊക്കെ. ഉടമസ്ഥത, ഓണർഷിപ്പില്ല എന്ന് പറയുന്ന. അപ്പം അതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല. അതിലേക്കാണ്, അതാണ് എൻ്റെ ധാമം. അവിടെ എത്തിയാൽ പിന്നെ എന്തില്ല? തിരിച്ചുവരവില്ല എന്ന് പറയാം. പിന്നെ ഈ പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനി ജഠരേ ശയനം, ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാപാരേ പാഹിമുരാരേ, അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ആവശ്യം ഉണ്ടാവില്ല. തുടർന്ന് ഭഗവാൻ പറയാണ്, പുരുഷ സപര പാർത്ഥ ഭക്ത്യാ ലഭ്യസ്ത്വനന്യയാ യസ്യാന്തസ്ഥാനി ഭൂതാനി യേന സർവമിദം തതം. ഭഗവത്ഗീത അതിൻ്റെ നമ്മളിങ്ങനെ ഒരു ഗുരു നിത്യചൈതന്യതി അതിനെങ്ങനെ ഒരു എന്താ പറയുക 18 പടികളുള്ള ഇങ്ങനെ ഒരു ട്രയാങ്കിളായിട്ട് അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിൽ 8, 9 അധ്യായങ്ങളൊക്കെ എത്തുമ്പോഴേക്കും അത് അതിൻ്റെ ഒരു സെൻറ്റർ പോയിന്റിലേക്ക് വരികയാണ്. അപ്പോൾ അതിൻ്റെ ചർച്ച കുറേയും കൂടെ ആഴങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. ക്രമമായി നിങ്ങൾ ഇവിടെ ഇന്നലെ ഒരു സംശയം ചോദിക്കുകയുണ്ടായി, സ്വാമി ഇത് 108 ദിവസം കൊണ്ട് നിർത്തുമെന്ന്. കാരണം 108 ദിവസം
കൊണ്ട് ഭഗവത്ഗീത നിർത്തണമെന്ന് ഇല്ല. 108 ദിവസം നമ്മൾ ഭഗവത്ഗീത സമ്പൂർണ്ണമായി പറയാൻ തിരഞ്ഞെടുത്ത 2 വേദികൾ ഉണ്ടായി എന്നുള്ളതാണ്, തിരുവനന്തപുരത്തും എറണാകുളത്തും. പക്ഷേ അത് ദൂരദർശനിൽ ടെലികാസ്റ്റ് ചെയ്തത് ഏകദേശം ഒരു 3 വർഷത്തോളം ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്. അത് അര മണിക്കൂറിൻ്റെ ഇതായിട്ട്. പിന്നെ ചില ദിവസങ്ങളിൽ അവധിയൊക്കെ, ഞായറാഴ്ചയൊക്കെ ടെലികാസ്റ്റ് ഇല്ലാത്തതും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പ്രഭാഷണം നടത്തിയതിന് പിന്നീട് ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 108 ദിവസം സ്വാമി ഇത് നിർത്തുമോ? 108ാമത്തെ ദിവസം കൊണ്ട് ഭഗവത്ഗീത ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ 108 ദിവസമേ ഭഗവത്ഗീത പറയാവൂ. അങ്ങനെയുള്ള നമ്മുടെ ഈ ഭാഗവത സപ്താഹത്തിന് ഈ ഭാഗവതം വായിക്കുന്നത് സൂര്യാസ്തമയം കഴിഞ്ഞാൽ വായിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ചില വിശ്വാസങ്ങളുണ്ട് എന്നതുപോലെ ഒരു വിശ്വാസമായി തീരുമെന്നൊക്കെയാണ്. അപ്പോൾ ഇത് 108 ദിവസം കൊണ്ടൊന്നും തീർക്കുക എന്നുള്ളതല്ല. നമ്മൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇത് എത്ര ദിവസം നമ്മുടെ മുന്നിൽ എന്നുള്ള അങ്ങനെ ഒരു അത്ര മറ്റ് ബുദ്ധിമുട്ടുകൾ നമുക്കില്ല. അപ്പോൾ ഇത് തുടർച്ച ഗീത പൂർത്തീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഗീതയെ പൂർണ്ണമായിട്ട് നമ്മൾ വിചാരം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അത് അനുബന്ധമായ ചില വിഷയങ്ങൾ വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ മാണ്ഡൂക്യോപനിഷത്ത് ഇതിൻ്റെ കൂട്ടത്തിലാണ് എടുത്തത്. അപ്പോൾ അത്തരം എന്തുകൊണ്ടെന്നാൽ അത് പ്രണവം അവിടെ ഒരു വിഷയമായി വരികയും പ്രണവത്തെ വിസ്തരിച്ചറിയേണ്ടത്, ഓംകാരത്തെ വിസ്തരിച്ചറിയേണ്ടത് പഠിതാവിനെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യവും കൂടിയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മളതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലെടുത്ത് അങ്ങോട്ട് പോകും. അപ്പോൾ എന്താ, നമ്മൾ ആശ്രമത്തിൽ പഠിക്കുമ്പം ഭഗവത്ഗീത തുടങ്ങുന്നത് 2 വർഷം 1.5 വർഷം കഴിഞ്ഞതിന് ശേഷം 2 വർഷം ആകുമ്പോഴാണ്. അപ്പോൾ അതിനു മുമ്പ് ആദ്യം തന്നെ ഗീത അങ്ങോട്ട് പഠിച്ചിട്ടില്ല. കാരണം ഗീത പഠിക്കണമെങ്കിൽ നമുക്കൊരു ബേസ് ഉണ്ടാവണം. കാരണം ചിന്മയ മിഷനെ സംബന്ധിച്ച് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് ഭഗവത്ഗീതയാണ്. അതിലാണ് ഓർഗനൈസേഷൻ നിലകൊള്ളുന്നത്. സ്വാമിജി ഏറ്റവും കൂടുതൽ ജ്ഞാനയജ്ഞങ്ങൾ നടത്തിയിട്ടുള്ളതും അതാണ്, ചിന്മയ മിഷൻ ആചാര്യന്മാരൊക്കെ തന്നെ. അപ്പോൾ അതിനു മുമ്പുള്ള പഠനം എന്താണെന്ന് ചോദിച്ചാൽ പ്രകരണ ഗ്രന്ഥങ്ങളും മറ്റ് ഇതിലെ സാങ്കേതിക പദങ്ങളും ശബ്ദങ്ങളും ഇതെങ്ങനെയാണ് ഇതിൻ്റെ ചേർച്ചയും അതും ഇതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് പഠിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലൊരു ബേസ് ഉണ്ടാവും. അവിടെ നിന്നാണ് ഗീതയിലേക്ക് വരുമ്പോൾ ഗീത നല്ല ബോധ്യം വരും. അല്ലെങ്കിൽ ഇതൊരു അടിപിടി കേസിന് മറ്റൊരാളെ തല്ലാനുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ട് ഉള്ള സംശയമാണെന്നുള്ള മട്ടൊക്കെ ആയിരിക്കും ആദ്യം. അപ്പോൾ അതല്ല എന്ന് വരുന്നത് ഗീതയിലേക്ക് പ്രവേശിക്കുമ്പോൾ, അതിൻ്റെ രീതിയിൽ പ്രവേശിക്കുമ്പോൾ അത് മനസ്സിലാവും. പിന്നെ വൈകിട്ട് ഉപനിഷത്ത് ഉണ്ടാവും, രാവിലെ ഉപനിഷത്ത്, വൈകുന്നേരം ഗീത. അപ്പോൾ ഗീത തീരാതെ ഇങ്ങനെ പോവും, ഉപനിഷത്തുകൾ ഇങ്ങനെ തീരും. അപ്പോൾ അതിന് ഏതൊക്കെ തീരുന്നോ അതിനനുസരിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ടത് അതിലേക്ക് കടന്നു വരും. അപ്പോൾ അതുപോലെ ഇവിടെ നമ്മളിത് മുന്നോട്ട് പോകുന്നു. അനുബന്ധമായ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് വരും. ഇത് പലരും ഇങ്ങനെ നാരായണീ എടുക്കണം, ദക്ഷിണാമൂർത്തി സ്തോത്രം എടുക്കണം, അത് പറയണം, ഇത് പറയണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് പറയാം, അതിനൊന്നും ബുദ്ധിമുട്ടില്ല തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ പറയുന്നു, പുരുഷ സ പരഃ പാർത്ഥ ഭക്തിയാ ലഭ്യസ്ത്വനന്യയാ യസ്യാന്തസ്ഥാനി ഭൂതാനി യേന സർവമിതം തതം. ഹേ പാർത്ഥ, അല്ലയോ അർജുന, ഭൂതാനി, ഈ പ്രപഞ്ച ഘടകങ്ങളെല്ലാം തന്നെ, ഭൂതാനി എന്ന് പറഞ്ഞാൽ സത്തായാം, ഭവിച്ചിട്ടുള്ളത് എന്തോ അതെല്ലാം ഭൂതങ്ങളാണ്. നമ്മളിങ്ങനെയാണ് ഓരോ വാക്കുകൾ, പിന്നെ അത് നമുക്ക് അങ്ങനെ അങ്ങോട്ട് ഉറയ്ക്കണം. ഭൂതം എന്ന് പറഞ്ഞാൽ വീണ്ടും കുട്ടിച്ചാത്തൻ അല്ലെങ്കിൽ പ്രേതം, പിശാച് എന്ന് പറയുന്നതിലേക്ക് പോകരുത്. പ്രേതം എന്ന് പറഞ്ഞാലും നിങ്ങൾ ഉറപ്പിച്ചോളൂ, പ്രേതം ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. പ്രകർഷേണ ഗതം, നന്നായി പോയിട്ടുള്ളത് ഏതോ അതാണ് പ്രേതം. അതായത് മൃതശരീരത്തിൻ്റെ പേരാണ്, ഡെഡ് ബോഡിയാണ് പ്രേതം. ഇന്നും പോലീസ് മഹസറിൽ പ്രേതം എന്നാണ് എഴുതുക, ഡെഡ് ബോഡിക്ക് പ്രേതം എന്നാണ്, അതാണ് ഭാഷ. പ്രേതം എന്ന് പറഞ്ഞാൽ പോയിട്ടുള്ള, അത് ഏത് മൃതശരീരവും പ്രേതമാണ്. പ്രേതം ഉണ്ടോ എന്ന് വെച്ചാൽ മോർച്ചറി കൊണ്ടുപോവുക, ഏതെങ്കിലും ഡെഡ് ബോഡി കാണിച്ചു കൊടുക്കുക, അതന്നെ പ്രേതം. ഭൂതം, നമ്മളൊക്കെ ഭൂതങ്ങളാണ്. പിശാചും ഉണ്ട്. പിശിതമശ്നന്തി അഥവാ ആഹരന്തി ഇതി പിശാചഹ എന്നാണ്. മാംസം കഴിക്കുന്നവരൊക്കെ പിശാചുക്കളാണ്. നെഗറ്റീവായിട്ട് കാണുന്നു വേണ്ട, അതൊരു ശബ്ദമാണ്, അത്രയേ ഉള്ളൂ.
ആ പിശാചുക്കളുണ്ടോയെന്ന് ചോദിച്ചാൽ നോൺ വെജിറ്റേറിയൻ ഹോട്ടലിൻ്റെ മുന്നിൽ പോയി നിന്ന് കഴിഞ്ഞാൽ കാണാം. അവിടെ വെജിറ്റേറിയൻ ഉണ്ടാവും, പക്ഷെ എന്നാലും അത് കഴിക്കുന്നവരെ കാണാം. അവർ പിശാചുക്കൾ എന്നാ പറയുക. പിശാച വിശിതമശ്നന്തി അഥവാ ആഹാരത്തെ, അത് കഴിക്കുന്നവർ. അപ്പോൾ ഭൂതാനി എന്ന് കേൾക്കുമ്പോൾ വീണ്ടും പഴയതിലേക്ക് പോയിട്ട് പെടരുത്. പ്രപഞ്ച ഘടകങ്ങൾ. യസ്യ അന്തസ്ഥാനി, യാതൊന്നിലാണ് നിലകൊള്ളുന്നത്. വേദത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉപനിഷത്തിൽ, യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി തദ് ബ്രഹ്മേതി വിജിജ്ഞാസസ്വ. അതിനെ ഞാൻ ഭഗവാൻ ഇവിടെ പറയുന്നു. ഇവിടെ പറയുമ്പോൾ എന്താ പറയുക? അപ്പോൾ ഇത് പറയുമ്പോൾ അത് ഓർമ്മ വന്ന് അതുമായിട്ട് ലിങ്ക് ആവണമെങ്കിൽ ഇത് ഇപ്പം നിങ്ങളോടിങ്ങനെ പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ആശ്രമത്തിൽ ഇങ്ങനെ പഠിച്ചതുകൊണ്ടാണ്. അപ്പോൾ ഇതിങ്ങനെ ഇത് ഇങ്ങനെ ഗുരു ഇതായിരിക്കുമോ അവിടെ പറഞ്ഞിട്ടുണ്ടാവുക? അങ്ങനെ ഉണ്ടാവില്ല. കാരണം നമ്മുടെ മനനത്തിൽ ഇപ്പം നിങ്ങൾക്ക് ഒന്ന് പറയുമ്പോൾ പലരും കമൻറ്റിൽ പല പല കമൻറ്റുകൾ വരാറുണ്ട്, ഇതിൻ്റെ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കമൻറ്റുകൾ. ആ ശ്ലോകത്തിൽ ഇന്നത് അത് ആ പഠനത്തിൻ്റെ ഭാഗമാണത്. ഇന്നത് നമുക്ക് സമാനമായ സംഭവങ്ങൾ ഓർമ്മ വരിക എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഭൂതാനി യസ്യ അന്തസ്ഥാനി, യാതൊന്നിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നുവോ, യേന ഇതം സർവം, യാതൊന്നിനാൽ ഇതെല്ലാം തന്നെ, ഇതം സർവം തദം വ്യാപ്തമായിരിക്കുന്നുവോ, സ പര പുരുഷ തു, ആ പരമപുരുഷൻ അനന്യയാ ഭക്തിയ ലഭ്യ. ഏതൊരു ധാമത്തിലാണ് എത്തിയാൽ പിന്നെ തിരിച്ചു വരവില്ലാത്ത എൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞുവല്ലോ, അതെന്താണ്? അതിന് എന്തു വേണം? അനന്യമായ ഭക്തി. ആ ഭക്തി കൊണ്ട് അതിനെ പ്രാപിക്കാം എന്ന് പറയാം. നേരത്തെ പറഞ്ഞ യഥോവാ ഇമാനി ഭൂതാനി ജായന്തെ യേന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി തദ് ബ്രഹ്മേതി വിജിജ്ഞാസസ്വ എന്ന് പറഞ്ഞു. എവിടെ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത്? എവിടെയാണ് ഇത് നിലനിൽക്കുന്നത്? എവിടേക്കാണ് ഇത് വിലയിക്കുന്നത്? അതിൻ്റെ പേരാണ് ബ്രഹ്മം. അതിൻ്റെ പേരാണ് ഇവിടെ അക്ഷരം എന്ന് പറഞ്ഞത്. ആ അക്ഷരത്തിലേക്ക് അതിനെ പ്രാപിച്ചാൽ പിന്നെ എന്തില്ല? തിരിച്ചുവരവില്ല. ആ തിരിച്ചുവരവില്ലാത്തിടത്തേക്ക് എത്താൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ് ഭക്തി. അനന്യയാ ഭക്തിയ, അനന്യമായ മറ്റൊന്നിൽ എന്താ പറയുക? ഇതിൽ തന്നെ വരാൻ പോവുക, 12-ാം അധ്യായത്തിൽ വരും. അവ്യഭിചാരിണ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് അന്യമായി വേറെ പലതും ഉണ്ടെന്ന് കരുതൽ തന്നെ. അതില്ലാത്ത ഒന്നിൽ, അതാണ് നിനക്കിവിടെ ഒരു നിർദ്ദേശിക്കാൻ ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. ഏതൊരു ഭാവത്തോടു കൂടി അവിടെ എത്താൻ സാധിക്കും. ഇവിടെ ഇപ്പം എന്താ പറഞ്ഞത്? അനന്യയാ ഭക്തിയ ലഭ്യ എന്നാണ് ഗീത പറഞ്ഞ്. നമ്മൾ ഗീത പഠിക്കുകയാണ്. ഇത് നിങ്ങൾ മായ്ച്ച സ്ലൈറ്റ് കൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഭക്തിയാന്ന് കേൾക്കുമ്പോഴേക്കും നിങ്ങളൊരു നിർവചനം എടുക്കില്ല, കാത്തിരിക്കും. ഗീത എന്താ ഭക്തിയെക്കുറിച്ച് പറയുന്നത്, വരട്ടെ എന്ന്. അതല്ലെങ്കിലോ ഇവിടെ നമ്മൾ ഭക്തിയ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുമെന്ന്. അതെന്താണ്? ഗീത പറയാത്ത കാര്യങ്ങളാണ്. ഏകാദശി നോൽക്കുക, ആ വ്രതം ഈ വ്രതം, രാവിലെ എണീക്കുക, അമ്പലത്തിൽ പോവുക, കുറി ചാർത്തുക, നേരിയത് ഉടുക്കുക, അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനങ്ങൾ, നിങ്ങളുടെ മനസ്സിലാക്കലുകൾ. അതിവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പം ഗീതയിൽ നിന്നൊരു ഭക്തി സ്വീകരിക്കേണ്ടതുണ്ട്. എന്നാൽ പറയും സ്വാമി, നാളെ പറയും. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.